നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 167 167. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 167. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അത് തസ്യാപി ദൃഷ്ടുരീശസ്യ കൂടസ്ഥസ്യ അഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോ അഹം ഈക്ഷയൈവാഭിചോദിതാം. തസ്യാപി ദൃഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മനാ സൃജ്യം സൃജാമി സൃഷ്ടോ അഹം ഈക്ഷയൈവാഭിചോദിത. സൃഷ്ടിക്കപ്പെട്ട ഞാൻ കാണുന്നവനും കൂടസ്ഥനും ഈശ്വരനും സർവാത്മാവുമായ അവൻ്റെ കടാക്ഷത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായി തന്നെ സൃഷ്ടിക്കാനുള്ള യോഗ്യത നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? പരമാത്മ ചൈതന്യത്തിൽ നിന്ന്. ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സർവസ്വരൂപനും എല്ലാറ്റിനെയും കണ്ടുകൊരിക്കുന്ന നിർവികാര സ്വരൂപനും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരൻ നിരാകാരനാണ്, നിർവികാരനാണ്. നടയിൽ പോയിട്ട് മാറത്തടിച്ച് തല്ലി നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തം ഹൃദയപത്മത്തിൽ എൻ്റെ ചൈതന്യം, അതാണ് എൻ്റെ ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയാലോ ആനന്ദം പരമാനന്ദം ചിന്മയാനന്ദത്തിലിരിക്കാൻ പറ്റും. അപ്പോൾ ഈശ്വരനുമായ അവൻ്റെ കടാക്ഷത്താൽ പ്രേരിക്കപ്പെട്ടവനായിട്ട് ആ പരമപുരുഷൻ സൃഷ്ടിക്കേണ്ടതായ പ്രപഞ്ചത്തെ ഞാൻ അവൻ്റെ ആജ്ഞാനുസരണം പരമാത്മ ചൈതന്യത്തിൻ്റെ, അതായത് സമഷ്ടി ചൈതന്യത്തിന് വെഷ്ടി താഴെയാണ്, സമഷ്ടി മേലെ, വെഷ്ടി താഴെ. അപ്പോൾ 12-ാമത്തെ ശ്ലോകം. സത്വം രജസ്തമയിതി നിർഗുണസ്യ ഗുണാസ്ത്രയാം സ്ഥിതി സർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ. സത്വം രജസ്തമയിതി നിർഗുണസ്യ ഗുണാസ്ത്രയാ സ്ഥിതി സർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ. വിഭുവായിരിക്കുന്നവൻ്റെ, വിഭുവായിരിക്കുന്നു വെച്ചാൽ പ്രഭുവായിരിക്കുന്നവൻ്റെ, വിഭൂതികൾ ജാസ്തിയുള്ളവൻ എന്നർത്ഥം. മായ കൊണ്ട് ഗുണരഹിതനാണെങ്കിലും രക്ഷാസൃഷ്ടി സംഹാരം ഇവയിൽ സത്വരജസമസ്സുകൾ എന്ന 3 ഗുണങ്ങൾ ഗ്രഹിക്കപ്പെട്ടവയായിരിക്കുന്നു. പ്രകൃതിയുടെ ഗുണങ്ങളെ ഈശ്വരൻ എന്ത് ചെയ്യണു? മായയായിട്ട് നമ്മളെ വരുതിയിൽ നിർത്തണം. അപ്പോൾ പ്രകൃതി ഗുണങ്ങൾക്ക് മേലെ പോയാലാണ് ഈശ്വരീയത ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം വരുന്നുണ്ട്. പ്രേരിപ്പിക്കുന്ന ഈശ്വരൻ എന്നും പ്രേരിപ്പിക്കപ്പെടുവാൻ യോഗ്യനായ ജീവൻ എന്നുമുള്ള ഭേദകൽപ്പന. പ്രേരിപ്പിക്കുന്ന ഈശ്വരൻ പ്രേരിപ്പിക്കപ്പെടുവാൻ യോഗ്യനായ ജീവൻ എന്നുമുള്ള ഭേദകൽപ്പന എങ്ങനെയുണ്ടായി എന്ന് 3 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. എല്ലാറ്റിനും സമർത്ഥനായ ഈശ്വരൻ ഗുണസംബന്ധമില്ലാത്തവനാണെങ്കിലും അദ്ദേഹം ഗുണാതീതനാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈശ്വരന് ഗുണമില്ല, ഗുണാതീതനാണ്, നിർവികാരനാണ്, നിർഗുണനാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകാര്യങ്ങളെ നടത്തുവാനായിട്ട് സത്വരജസമസ്സുകൾ എന്ന 3 ഗുണങ്ങളെ മായയാൽ സ്വീകരിച്ചു.
ഉള്ളിലുള്ള ചൈതന്യത്തിനുമായില്ല. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ കമ്മിയാണ് മായ. ഇൻ്റലിജൻസ് കൂടിയ മായ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കും. 19 കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണാം. കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണാം. ദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ, ജ്ഞാനസ്വരൂപന്മാരായ ദേവകൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, ക്രിയാരൂപങ്ങളായ ഇന്ദ്രിയങ്ങൾ, ഇവയ്ക്ക് ആശ്രയങ്ങളായ 3 ഗുണങ്ങൾ സത്വം, രജസ്, തമസ് എപ്പോഴും മുക്തനായിരിക്കുന്നുവെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൂടെ, മായാസംബന്ധത്തോടു കൂടിയ പുരുഷനെ, അതായത് ജീവനെ ബന്ധിക്കുന്നു. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവനെയാണ് പുരുഷൻ എന്ന് പറഞ്ഞത്. അത് സ്ത്രീയുടെ ജീവനാണെങ്കിലും മെയിൽ ആൻഡ് ഫീമെയിൽ വ്യത്യാസമില്ല, ഏകശബ്ദം പുരുഷൻ എന്നാണ്. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യമായി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? മഹാഭൂതങ്ങൾ, ദേവതകൾ, ഇന്ദ്രിയങ്ങൾ, ഇവയ്ക്ക് കാരണമായിരിക്കുന്ന ഈ 3 ഗുണങ്ങളും, പഞ്ചഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ, ദേവതകൾ, ഈശ്വരനോ ഭഗവാനോ പറഞ്ഞില്ല, ദേവതകൾ, വായു, വരുണൻ, അങ്ങനെ പറഞ്ഞില്ലേ, ഇവയ്ക്ക് കാരണമായിരിക്കുന്ന ഈ 3 ഗുണങ്ങളും മായാതീതനായ പരമാത്മാവ്, മായയ്ക്ക് അതീതനായ പരമാത്മാവ് എപ്പോഴും മുക്തനാണെന്നിരിക്കലും ആ മായ ജീവനെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന ഈ 3 താപങ്ങളിൽ അകപ്പെടുത്തി ബന്ധിക്കുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതാണ് ഈ പുത്രേഷണാധാരേഷണ അർത്ഥേഷണയും ഇത് തന്നെ പറയും. സ ഏഷ ഭഗവാൻ ലിംഗൈ സ്ത്രീഭിരേഭിരധോക്ഷജാ സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമ ച ഈശ്വര. ചേശ്വര എന്നൊന്നും പറയരുത്, മമ ച ഈശ്വരാം, മമ ച ഈശ്വരാം. സ ഏഷ ഭഗവാൻ ലിംഗൈ സ്ത്രീഭിരേഭിരധോക്ഷജാ സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമ ച ഈശ്വരാം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത അധോക്ഷജൻ എന്നൊരു ശബ്ദം ഭഗവാന്റെ പര്യായമാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമില്ലാത്തവനാണ് അദ്ദേഹം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഭഗവാൻ എന്നുള്ളത് ദൂരത്തെയും ഈ എന്നുള്ളത് അടുപ്പത്തെയും കാണിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഭഗവാൻ ഈ 3 ഗുണങ്ങളാകുന്ന അടയാളങ്ങളോടുകൂടെ സ്വകീയന്മാരാൽ അറിയപ്പെട്ട തത്വങ്ങളോടുകൂടിയവനായിട്ട്, സ്വകീയം സ്വന്തം അർത്ഥം, ഭവിക്കുന്നു. ഹേ നാരദ, അവൻ എല്ലാവർക്കും, എനിക്കും ഈശ്വരനാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഹേ നാരദ, അത്ര മഹിമയുള്ളവനും, എത്ര ഇതിൽ അർത്ഥം പറഞ്ഞില്ലേ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനുമായ ഈ ഭഗവാൻ ഈ 3 ഗുണങ്ങളാകുന്ന ഉപാധികളോടുകൂടെ ഭക്തന്മാരാൽ അറിയപ്പെട്ട തത്വത്തോടു കൂടിയവനായിരിക്കുന്നു. തത്വമാണ്, ഇക്വേഷൻസാണ്. ആ ഈശ്വരൻ എല്ലാവർക്കും എനിക്കും നിയന്താവാകുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ഭഗവാൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നൊക്കെ പറയും. 21 കാലം കർമ്മ സ്വഭാവം ച മായേഷോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിഭുഭൂഷുരുപാതതേ. കാലം കർമ്മ സ്വഭാവം ച മായേഷോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിഭുഭൂഷുരുപാതതേ. മായാധിപതി സ്വമായയാൽ, മായയ്ക്ക് അധിപതി സ്വന്തം മായ സ്വമായയാൽ വിവിധ രൂപങ്ങളായി ഭവിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട്, ഞാൻ പലതായി തീരട്ടെ എന്ന് ജീവൻ ഇച്ഛിക്കാം. അതാണ് മകൻ,
അല്ലെങ്കിൽ മകളെ തുടക്കത്തിൽ ഈ മകൻ സഹോദരനാവും, മകൾ സഹോദരിയാവും, അനിയത്തിയാവാം, ജ്യേഷ്ഠത്തിയാവാം, പിന്നെ അച്ഛനാവും, അമ്മയാവും, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാവും, ഭാര്യയാവും, പിന്നെ കുട്ടികളുണ്ടായാൽ അച്ഛനാവും, അമ്മയാവും. ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് മനുഷ്യൻ്റെ. ഉദ്യോഗത്തിൽ പോയാൽ പോലീസ്, സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, പദവി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആളൊന്നാണ് ഇനി. അപ്പോൾ തന്നിൽ പ്രയത്നം കൂടാതെ തന്നെ, എതിർച്ഛയ എന്ന് പറഞ്ഞാൽ പ്രയത്നം കൂടാതെ തന്നെ വന്നു ചേർന്നതായ കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും സ്വീകരിച്ചു മായാധിപതിയായ ഈശ്വരൻ എന്ന് അന്വയിക്കാം. അത് ഒരു ടെക്നിക്കാലിറ്റി പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് കൂടും. നോക്കി ശ്രദ്ധിക്കുക. ഈശ്വരൻ ഏതുവിധം ലോകത്തെ സൃഷ്ടിക്കുന്നുവെന്ന് കാണിക്കുന്നു. മായയ്ക്കും അധിപതിയായ ഭഗവാൻ തൻ്റെ പ്രവൃത്തിയൊന്നും കൂടാതെ തന്നെ തന്നിൽ വന്നു ചേർന്നതായ കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയാൽ പലവിധമായി ഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ സ്വീകരിച്ചു. ഏകമായിരിക്കുന്ന പരമ്പൊരുൾ നാനാത്വത്തെ സ്വീകരിച്ചു എന്ന് പറയണു. മായയിൽ അടങ്ങിയ 3 ഗുണങ്ങൾ സമതയെ വെടിഞ്ഞ് ക്ഷോഭിക്കുന്നതിനുള്ള കാരണം യാതെന്നോ അതിനെ കാലതത്വമെന്നും ആ മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാദൃഷ്ടത്തെ കർമ്മമെന്നും മായാ, മഹത്വം, അഹങ്കാരം എന്നിവയുടെ പരിണാമഹേതുവിനെ സ്വഭാവമെന്നും. സ്വഭാവം എന്താണ്? മായാ, മഹത്തത്വം, അഹങ്കാരം എന്നിവയുടെ പരിണാമം. സ്വഭാവം എന്ന് പറഞ്ഞു. ഈശ്വരൻ്റെ സൃഷ്ടിക്ക് ആദി കാരണം ഈ കാലം, കർമ്മം, സ്വഭാവം എന്ന 3 തത്വങ്ങളാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. 22ാമത്തെ ശ്ലോകം. കാലാത് ഗുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂത്. കാലാൽ ഗുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂത്. ഈശ്വരനാൽ അധിവസിക്കപ്പെട്ട, അധിവസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കപ്പെട്ട, കാലത്തിൽ നിന്ന് ഗുണങ്ങളുടെ ക്ഷോഭവും സ്വഭാവത്തിൽ നിന്ന് ഒരു രൂപം വിട്ട് അന്യരൂപത്തെ സ്വീകരിക്കുക എന്നതും കർമ്മത്തിൽ നിന്ന് മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഭവിക്കുന്നു. സോ ഇറ്റ് ഹാപ്പൻസ്. ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട കാലത്തിൽ നിന്ന് സത്വാദി ഗുണങ്ങളുടെ സമതയെ വെടിഞ്ഞ്, കോമ്പിനേഷനെ വെടിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നതായ ക്ഷോഭവും, ക്ഷോഭം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാണ്ട് ഓവർടേക്ക് ചെയ്യുക ക്ഷോഭ. ലെഫ്റ്റിൽ പോണ വണ്ടിക്ക് പരിഭ്രമം ജനിക്കാത്ത രീതിയിൽ കയറിപ്പോവാൻ സാധിക്കണം. അല്ലാണ്ട് അവനെ തിരക്കിയിട്ട് നമ്മൾ പോകുന്നത് ശരിയല്ല. അത് നമ്മളെ ഒരാൾ തിരക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഒന്ന് തൻ്റെ രൂപത്തെ വെടിഞ്ഞ് അന്യരൂപത്തെ സ്വീകരിക്കുന്നതായ പരിണാമവും കർമ്മത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടാകുന്നു. ഒക്കെ പ്രസ്താവനകൾ അവിടെ, അതൊക്കെ ഓരോന്നായിട്ട് മനസ്സിലാവണം. 23ാമത്തെ ശ്ലോകം. മഹതസ്തു വിഗുർവാണാത് രജസത്വോപബൃംഹിതാത് തമപ്രധാനസ്ത്വഭവത് ദ്രവ്യജ്ഞാന ക്രിയാത്മക. മഹതസ്തു വിഗുർവാണാത് രജസത്വോപബൃംഹിതാത് തമപ്രധാനസ്ത്വഭവത് ദ്രവ്യജ്ഞാന ക്രിയാത്മകാം. രജസത്വ ഗുണങ്ങളാൽ വർദ്ധിച്ചതും വികാരത്തെ പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്ന സ്വരൂപത്തോടു കൂടിയതും തമോ ഗുണം അധികരിച്ചതുമായ അഹങ്കാരതത്വം ഉണ്ടായി. രജസ്സിൽ നിന്നും തമസ്സിൽ നിന്നും. ഇന്ന് കാലത്ത് 30-32 മിനിറ്റ്, വൈകുന്നേരം പറഞ്ഞിട്ട് കാലത്ത് അപ്ലോഡ് ചെയ്യണ ശ്രീമദ് ഭാഗവതം പറയേണ്ടി വന്നു.
അത് കഴിഞ്ഞ് 10 to 12 ഒരു ക്ലാസ്. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ശ്രീകൃഷ്ണ കഥാമൃതം. ഇപ്പോൾ അതാ വീണ്ടും നാളെ കാലത്ത് ഏറിയേണ്ട ശ്രീമദ് ഭാഗവതം. അപ്പോൾ വൈകുന്നേരം തന്നെ 1 മണിക്കൂർ, കാലത്ത് 2.5 മണിക്കൂറും. അപ്പോൾ 3.5 മണിക്കൂർ പ്രഭാഷണമാണ് നമുക്ക്, മനസ്സിലായില്ലേ? പിന്നെ പ്രായത്തിൻ്റെ ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാവും. മനസ്സ് വിട്ട് ഉറങ്ങാൻ പകല് പറ്റില്ലല്ലോ. അതാണ് ഇടയ്ക്ക് കോട്ടുവായ ഇറങ്ങുന്നത്. സാരമില്ല, കൃഷ്ണ കാലത്ത് ബുദ്ധിമുട്ടാൻ വയ്യ വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ ബുദ്ധിമുട്ട് വെച്ചാൽ നാളെ നേരം വിളിച്ചാൽ മതി, എറിയും ചെയ്യാം. അപ്പം എന്താ ഇവിടെ പറഞ്ഞത്? രജോ ഗുണവും സത്വഗുണവും അധികരിച്ചതും അതിനാൽ തന്നെ വികാരത്തെ പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന മഹാഭൂതങ്ങൾ, ജ്ഞാനമെന്ന് പറയപ്പെടുന്ന ദേവതകൾ. ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനം, അറിവ്. ഇനി വിശേഷപ്പെട്ട അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരനായി. അപ്പോൾ ക്രിയ എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്നതും തമോ ഗുണം പ്രധാനമായിരിക്കുന്നതുമായ അഹങ്കാരതത്വം ഉണ്ടായി. ഇനി വരുന്ന ശ്ലോകത്തിൽ നിന്ന് അഹങ്കാരം എന്ന പദം എടുത്തു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വിസ്തരിക്കാൻ പോവുകയാണ്. 24 സ അഹങ്കാരയതി പ്രോക്തോ വികുറുവൻ സമഭൂത് ധിയാ സമഭൂത് ത്രിധാ. സമഭൂത് ത്രിധാ എന്ന് തന്നെ പറയണം. ഞാൻ മറ്റത് നോക്കിയിട്ടാണ് പറഞ്ഞത്. സമഭൂത് ത്രിധാം വൈകാരികസ്തൈജസശ്ച താമസശ്ചൈതി യദ്ഭിദാം സ അഹങ്കാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂത് ത്രിധാ വൈകാരികസ്തൈജസശ്ച താമസശ്ചൈതി യദ്ഭിദാം. ഇവിടെ എഴുതി വയ്ക്കാം, അടുത്ത പ്രാവശ്യം തെറ്റില്ല. വികാരത്തെ പ്രാപിച്ചതായ ആ അഹങ്കാരം സാത്വികം, രാജസം, താമസം എന്ന് 3 വിധമായിട്ട് എല്ലാറ്റിനും ഉണ്ട്. ഈ 3 സംഭവിച്ചു. യാതൊന്നിൻ്റെ ഭേദം ഇങ്ങനെ പറയപ്പെട്ടു. ആ അഹങ്കാരതത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ 3 വിധമായി തീർന്നു. ഹേ നാരദ, അത് എങ്ങനെ എല്ലാം എന്നാൽ പറയാം, കേൾക്കുക. വൈകാരികം, തൈജസം, താമസം എന്ന് 3 വിധത്തിൽ അത് പറയപ്പെടുന്നു. അപ്പോൾ ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി രീതി പ്രഭോ എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളിൽ ശക്തിയോട് കൂടിയത്, പ്രവൃത്തികളിൽ ശക്തിയോട് കൂടിയത്, അറിവിൽ ശക്തിയോട് കൂടിയത് എന്ന് ഹേ നിപുണ മനസ്സിലാക്കിയാലും അതവിടെ അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. അപ്പോൾ പറയണു, ഹേ പ്രഭുവായ നാരദ, താമസാഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും തൈജസം അല്ലെങ്കിൽ രാജസാഹങ്കാരത്തെ ക്രിയാശക്തി എന്നും വൈകാരികം അല്ലെങ്കിൽ സാത്വികാഹാരത്തെ സാത്വിക അഹങ്കാരത്തെ, ആഹാരമല്ല കേട്ടോ, ഉറക്കത്തിൻ്റെ അല്ല, കൂട്ടുകാരുടെ ക്ഷീണം, ജ്ഞാനശക്തി എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന്, ദ്രവ്യശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സാത്വികങ്കാരമാകുന്ന ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. 25-ാമത്തെ ശ്ലോകം. താമസാത് അഭിഭൂതാദേർവികുർവാണത ഭൂന്നത തസ്യ മാത്രാ ഗുണശബ്ദോ ലിംഗം യൽ ദ്രഷ്ടുദൃശ്യയോ. താമസാദവിഭൂതാത് ഭൂതാദേർ വികുർവാണത ഭൂന്നത തസ്യ മാത്ര ഗുണശബ്ദ ലിംഗം യത് ദ്രഷ്ടുദൃശ്യയോ. ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസാഹങ്കാരത്തിൽ നിന്നും ആകാശവും കാണില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എത്ര പോയാലും കാണില്ല.
താമസാഹങ്കാരം അതിൻ്റെ അസാധാരണ ഗുണം ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ജ്ഞാപകമാകുന്നു. അതങ്ങനെ പരന്ന് കിടക്കുക ചെയ്യണത്. ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദവും അസാധാരണം ഉണ്ടായി. ഈ ശബ്ദം കാണുന്നവൻ എന്നും കാണപ്പെടുവാൻ കഴിയുന്നത് എന്നുമുള്ള ഭേദങ്ങളെ അറിയിപ്പിക്കുന്നു. അതായത് ഈ ശബ്ദം കാണപ്പെടാൻ പറ്റില്ല, അതന്നെ ചുരുക്കത്തിൽ. അവിടെ നിർത്താം. എനിക്ക് വയ്യ, വെറുതെ തള്ളണ്ട വിഷയല്ലേ. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.